മറ്റാരുണ്ട് LDF അല്ലാതെ? കെ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഞാൻ പത്രസമ്മേളനം ഞങ്ങൾ കണ്ടു. മാത്യു ടി തോമസുമായി ഞാൻ സംസാരിച്ചു. രണ്ട് കാര്യങ്ങളിലാണ് നമുക്കതിനകത്ത് വ്യക്തത വേണ്ടത്. ഒന്ന്, ഈ മേരി മാതാ കൺസ്ട്രക്ഷൻസ് കമ്പനി എന്ന കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ എന്തെങ്കിലും കരാറുള്ളതായിട്ട് അങ്ങേക്ക് അറിയാമോ? ഈ സ്പിൽവേയുടെ ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നു വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മാത്യു ടി തോമസ് പറഞ്ഞത്. ഇത് നിയമസഭാ രേഖകളിൽ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വസ്തുത മനസ്സിലാക്കാതെയാണോ മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിച്ചത്? തീർച്ചയായിട്ടും വസ്തുത മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഹൈബിയുടെ അദ്ദേഹം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഉണ്ടല്ലോ, അതിൽ ചോദ്യം 30/11/18 ഉള്ള ചോദ്യത്തിനാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാമോ? മറുപടി: തോട്ടപ്പള്ളി സ്പിൽവേ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2018 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിൻ്റെ ചെയിൻ്റെ ഹുക്ക് ഒടിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ പുതിയ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിൻ്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. അതിൽ പ്രത്യേകമായി ഒരു ഘട്ടത്തിലും ഷട്ടറുകളുടെ നിരപ്പിൻ്റെ മുകളിൽ വെള്ളം ഉയർന്നിട്ടില്ല. പൃഥ്വ സ്പിൽവേയിലെ ഷട്ടറുകൾ ഏതെങ്കിലും കാലതാമസം ഉണ്ടായോ? ഇല്ല. പിന്നെ ആ ചോദ്യം നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയാണ് ചോദിച്ചത്. അദ്ദേഹം നിയമസഭയിലുണ്ട്. എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശ ലംഘനം കൊടുക്കാൻ ഇത്ര നേരം അത് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് ഇലക്ഷന് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ നിയമപരമായ നടപടി ഉപയോഗിച്ചിട്ടാണോ? അല്ലാതെ പിന്നെന്താ? ഇല്ല, ഇതിൽ വസ്തുത എന്തെങ്കിലും വേണ്ടേ? ഞാൻ തന്നെ നിയമസഭയിൽ ചെയ്ത മറുപടിയാണ്. ഇനി അതിൽ കൂടെ എന്താ പറയാനുള്ളത്? പ്രളയത്തിനു മുമ്പേ തുറന്ന ഷട്ടർ പ്രളയം വന്നതിന് ശേഷം തുറക്കാഞ്ഞതിനെ കുറിച്ചാണ് മാത്യു ടി തോമസ് ആരോപണം ഉന്നയിച്ചത്. അല്ല, ക്ഷമിക്കണം, മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്. അതെ, അത് ഷട്ടർ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളത് നിയമസഭയിൽ ഉത്തരം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മേരി മാതാ കമ്പനിക്ക് അങ്ങനെ എന്തെങ്കിലും അവിടെ തോട്ടപ്പള്ളിയിൽ ഇടപാടുള്ളതായിട്ട് അറിയാമോ അങ്ങേക്ക്? എനിക്കറിയില്ല. അങ്ങനെ ഒരു ഇടപാടുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ പുറത്തു വന്ന ശബ്ദരേഖ അങ്ങയുടേതല്ലെന്ന് അങ്ങേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഞാനതൊന്ന് നിയമപരമായ നടപടി എടുക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. വക്കീലുമായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് അതിനുവേണ്ടി നിയമ ഉപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ. ഇല്ല, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കേസുകളൊന്നും ഞാൻ പറയാതിരിക്കുന്നതാണ് ഭേദം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിനു വേണ്ടി പറയുന്നില്ല. ഇത് മാത്യു ടി തോമസുമായിട്ട് കൂടി ആലോചിച്ചായിരിക്കുമോ നിയമ നടപടി? എന്തിനെ എന്നെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? ഞാൻ ആലോചിക്കുകയോ വേണ്ടല്ലോ. ഞാൻ നിയമ നടപടി എടുക്കുകയല്ലേ. അദ്ദേഹത്തിനെ കുറിച്ചല്ലേ ആരോപണം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പരിശുദ്ധനായ ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ തമാശ പോലെ അച്ചാന്നാ വിളിക്കുകയുള്ള. അത്രയും നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാൽ പിന്നെ എന്താ ഞാൻ പറയാ? ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി. അപ്പോൾ മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞതിനകത്ത് വസ്തുതയില്ലേ? പ്രളയത്തിന് മുമ്പ് തന്നെ തുറന്നു വെച്ച ഷട്ടർ പ്രളയത്തിൻ്റെ സമയത്ത് എങ്ങനെ വീണ്ടും തുറക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. മാത്രമല്ല, മേരി മാതാ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ ഇടപാടില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ച് പോകണം. നിയമ നടപടിക്ക് പോവുകയാണ് കൃഷ്ണൻകുട്ടി. മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയെ ആലോചിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഒരു ആരോപണം ഉണ്ടാവുന്നു. ഇപ്പോൾ ആ ആരോപണത്തിൻ്റെ മറ്റൊരു പ്രതികരണം നമ്മൾ കേട്ടു.